ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള ക്ലാസ്സിൽ ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ 1898 കോഴിക്കോടും 1924 ആലപ്പുഴയിലും ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ച നവോത്ഥാന നേതാവ് ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ 1898 കോഴിക്കോടും 1924 ആലപ്പുഴയിലും ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ച വർഷമെന്ത്? 1898. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ച വർഷമാണ് 1898. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹിബ് എന്ന ബഹുമതി നൽകിയ നവോത്ഥാന നായകനാര്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹിബ് എന്ന ബഹുമതി നൽകിയ നവോത്ഥാന നായകനാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഡോക്ടർ അയ്യത്താൻ ഗോപാലന്റെ നാടകങ്ങൾ ഏത്? സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം. ഡോക്ടർ അയ്യത്താൻ ഗോപാലന്റെ നാടകങ്ങളാണ് സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം. സുഗുണവർദ്ധിനി സഭ സ്ഥാപിച്ചതാരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. സുഗുണവർദ്ധിനി സഭ സ്ഥാപിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. ദാസർജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ആര്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ദാസർജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ വിളിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ വിളിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി കുടുംബ മുറിച്ചു കളഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി കുടുംബ മുറിച്ചു കളഞ്ഞ നവോത്ഥാന നായകനാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മോക്ക് ടെസ്റ്റ് നോക്കാം. 1898 കോഴിക്കോട്ടും 1924 ആലപ്പുഴയിലും ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ച നവോത്ഥാന നേതാവ് ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ച വർഷമേത്? ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാരാണ്? ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹിബ് എന്ന ബഹുമതി നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലന്റെ നാടകങ്ങൾ ഏതാണ്? സുഗുണവർദ്ധിനി സഭ സ്ഥാപിച്ചതാരാണ്? ദാസർജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ആര്? കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെ വിളിച്ചതാര്? ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി കുടുംബ മുറിച്ചു കളഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. 1898 കോഴിക്കോട്ടും 1924 ആലപ്പുഴയിലും ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ച നവോത്ഥാന നേതാവ് ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ച വർഷമേത്? 1898. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹിബ് എന്ന ബഹുമതി നൽകിയ നവോത്ഥാന നായകൻ ആര്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ.
ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ്റെ നാടകങ്ങളേത്? സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം. സുഗുണവർദ്ധിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. ദാസർജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ആര്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് ഡോക്ടർ അയ്യത്താൻ ഗോപാലിനെ വിളിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി കുടുംബം മുറിച്ചുകളഞ്ഞ നവോത്ഥാന നായകരാരാണ്? ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. താങ്ക്